ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ്, അതായത് വിറ്റ് ഒഴിവാക്കുകയാണ്. കുറച്ച് ഐറ്റംസ് നമ്മൾ തോളുടെ സ്റ്റോക്ക് ഉള്ളത്, ചിലതൊന്നും ഓൾഡ് സ്റ്റോക്ക് അല്ല കേട്ടോ, 1-2 മാസത്തെ പഴക്കേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉള്ളതും പിന്നെ കുറച്ച് ഒരു 4-5 മാസത്തൊക്കെ ഗ്യാപ്പുള്ളതൊക്കെയാണ് നമ്മൾ വിറ്റ് ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നോ എത്രയൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാം, എത്ര പീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക, എന്നിട്ട് ഓർഡർ ചെയ്യുക. ഇത് ചിലതിന് സെൻറ്റിമീറ്റർ ചെറുതാണോ വലുതാണെന്നൊക്കെ ഒന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങാം. ഇത് 5mm ഗിയർ വെയർ ആണ്, നമ്മൾ TR ചെയ്യുന്ന ഗിയർ വെയർ ആണ്. ടോട്ടൽ 5 പീസ് എൻ്റെ അടുത്തുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ ചുരുക്കഴിഞ്ഞ് പോകുന്ന ചുരുക്കെന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ അഴിഞ്ഞിട്ടുള്ളതും പിന്നെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. ഉണ്ടോ, ഇത് കുറച്ച് മുന്നേ ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 5mm അങ്ങനെ ആരും ഓർഡർ ചെയ്യലില്ല, കുറവാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഇപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കണം, എനിക്ക് അങ്ങനെ 4-5 മാസമായി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ അത് ഒരു ഗിയർ വെയറിന് 25 രൂപയാണ് കേട്ടോ. ഒരു ഗിയർ വെയറിന് ഒരു 25 രൂപ. ടോട്ടൽ ആകെ 5 പീസേ ഉള്ളൂ. പെട്ടെന്ന് പേയ്മെൻറ്റ് അടക്കുന്നവർക്കാണ് തരാൻ പറ്റുക, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. ഞാൻ മുൻപേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നേ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും മുൻകൂട്ടി പറയാൻ നമുക്ക് ചോദിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നിന് 25 രൂപ. ഇത് 5 പീസ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ള നമുക്കിതാ ഇതുപോലത്തെ ചാംസ്, ഇതുപോലത്തെ ചാംസ്. ഞാനത് ഈ ചാംസ് പറഞ്ഞാൽ 5000 രൂപക്ക് വാങ്ങിച്ചതാണ്. അതിൽ പകുതി പോലും സെയിലായി എന്ന് പറയാൻ പറ്റില്ല. പകുതി ആ ഭാഗത്തോളൊക്കെ സെയിലായിട്ടുള്ളൂ. അല്ലാത്തൊക്കെ ഞാൻ വെറുതെ ആർക്കെങ്കിലും ഇതേപോലെ തന്നെ മൂക്കൊക്കെ യൂസ് ആക്കിയിട്ടു അങ്ങനെയൊക്കെ കുറേ മൂള് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ അവളെ കയ്യിൽ ഇതേപോലത്തെ പിടിച്ചിട്ടാണ് ഇറങ്ങുക. പിന്നെ അതവിടെ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും, ഒരിട്ട് എടുത്ത് വെക്കാനേക്കില്ല അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 10 രൂപക്ക്, പെയറായിട്ട് 12 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി മുതൽ ഇത് ഒരു പീസിന് വിറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഒരു പീസിന് 5 രൂപ കേട്ടോ. ഇതൊറ്റ പീസ്, പെയറല്ല, ഒരു പീസിന് 5 അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിലിതാ പല കളേഴ്സും ഇതേപോലത്തെ ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇത് ഒരു പീസിന് 5 രൂപ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതൊക്കെ എൻ്റെ അടുത്തുള്ള സ്റ്റോക്ക് കഴിയുന്നത് വരെയുള്ളൂ. അതൊരു പീസിന് 5 രൂപ കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതിങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. സെൻറ്ററിൽ എന്തെങ്കിലും സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 4 ഇതിന് 5 രൂപ കേട്ടോ. 1, 2, 3, 4 ഈ 4 ഒരു ലൈനിന് 5 രൂപയാണ് വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ ഒരു ലൈനിൽ 5 രൂപയാണ് വരുന്നത് കേട്ടോ. നമ്മളിത് ഒരു പീസിന് 2 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു ലൈനിൽ 4 രൂപയാണ്, 4 ഒരു ലൈനിൽ 5 രൂപയാണ് വരുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് സ്റ്റോക്ക് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഫ്ലവർ കേട്ടോ. ഇതും 4-5 മാസമായിട്ടുള്ളൂ വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ 10 രൂപയാണ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഒരു 1-2 മാസമായിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ട് 8 രൂപ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 8 രൂപയല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത്, 6 രൂപയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 6 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് എത്ര പീസ് എടുത്താലും നിങ്ങളിത് റേറ്റ് കുറയാൻ ചോദിക്കും. അത്ര പീസൊന്നുമില്ല, എത്ര പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 6 രൂപ, ഒരു പീസിന് 6 രൂപ. 50 പീസ് എടുക്കുകയാണെങ്കിൽ 6 രൂപേനെ തരാൻ പറ്റുള്ളൂ. കാരണം ഇത് എനിക്ക് കിട്ടിയ റേറ്റല്ല ഞാനിപ്പോൾ തരുന്നത്, അതിലും കുറവായിട്ടാണ് തരുന്നിട്ട്. ഞാൻ 6.50 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. 6.50 രൂപ കൊടുത്ത് വാങ്ങിച്ച് ഷിപ്പിംഗ് ചാർജൊക്കെ അടക്കി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഈ സാധനം. അപ്പോൾ നമുക്ക് കിട്ടുന്നതിന് റേറ്റിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിന് 6 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. 10 പീസാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 പെയറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല സ്റ്റോക്ക് കഴിയുന്നത് വരെ ഉള്ളൂ കേട്ടോ. ഇനി ന്യൂ സ്റ്റോക്ക് വരുമ്പോൾ അതിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മളിത് 4-5 മാസമായി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് സ്റ്റോക്ക് ഉള്ളത്, അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നത് കേട്ടോ. പിന്നെ അലിഗേറ്റർ ക്ലിപ്പ്, നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ അലിഗേറ്റർ ക്ലിപ്പ് 1 രൂപ കേട്ടോ. 1 രൂപയുടെ അലിഗേറ്റർ ക്ലിപ്പാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനിത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് വെച്ചിട്ട് ഇത് ചെറുതാണല്ലോ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. എൻ്റെ അടുത്ത് സാധാരണ ഞാനൊരു ഓർഡർ ആക്കി 1000 പീസ് ഓർഡർ ആക്കിയ അലിഗേറ്റർ ക്ലിപ്പാണ്. അതിൽ ഈ ചെറുതും ഉണ്ട്, ഇതിന് വലുതും ഉണ്ട്. നമ്മൾ ഇതാ കണ്ടല്ലോ, 1.5 ഇഞ്ച് വലിപ്പമുള്ളൂ കേട്ടോ. 1.5 ഇഞ്ച് വലിപ്പമേ ഉള്ളൂ. ഇനി സെൻറ്റിമീറ്റർ വയസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രിയും വയസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സെൻറ്റിമീറ്ററാണ് കേട്ടോ. 4 സെൻറ്റിമീറ്ററേ വലുപ്പമുള്ളൂ. ഇതിനാണ് 1 രൂപ കേട്ടോ. ഇത് 200-250 പീസോളം എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇത് 1 രൂപയുടെ
അലിഗേറ്റർ ക്ലിപ്പാണ്. അതുപോലെ ഇനി വേറൊരു അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് ഞാൻ തീരെ എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ സിൽവർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ ഒരു പെൻസിൽ കളറാണ്, നമ്മൾ ഹാഷ് കളർ എന്ന് പറയുമല്ലോ, ആ കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഇഞ്ച് ഞാൻ കാണിച്ചു തരാം. അതായത് 2 ഇഞ്ച് വരുന്നതാണ് കേട്ടോ. 2 ഇഞ്ചിൻ്റെ അടുത്ത് ഇതാ 2 ഇഞ്ചിന് കുറച്ചൊരു കുറവുണ്ട്. ഇതാണ് 5 സെൻറ്റിമീറ്റർ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 1.5, അതായത് 3 രൂപക്ക് 2 പീസ് കേട്ടോ. 3 രൂപക്ക് 2 പീസ് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് കൂടുതലെടുത്താൽ റേറ്റ് കുറവ് കിട്ടുമോ? കൂടുതലെടുത്താൽ സെയിം സാധനം തന്നെയാണ് കേട്ടോ. എനിക്ക് കിട്ടുന്ന റേറ്റാണ് ഇപ്പോൾ ഇത് ഞാൻ തരുന്നത്. ഇത് വിറ്റ് ഒഴിവാക്കാണ്. ഇത് അധികമൊന്നുമില്ല കേട്ടോ. ഒരു 150 200-ൻ്റെ ഉള്ളിൽ വരുന്നേ ഉള്ളൂ കേട്ടോ. അത്ര പീസേ ഇതുള്ളൂ. ഇനി നമുക്ക് മെറ്റൽ ബോ, ഇത് ഞാൻ കുറച്ച് മുൻപത്തെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാം. എന്താ നല്ല കട്ടിയുള്ള ഹെയർ ബോ ആണ്. നമുക്കത് പ്ലെയിൻ ആയിട്ട് തന്നെ മക്കൾക്ക് തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റും. കാരണം ഒരു ഇതുമില്ല, മറ്റേതിനെക്കാട്ടും നല്ല കട്ടിയുണ്ട്, നല്ല പെയിൻറ്റും നല്ലതുണ്ട് കേട്ടോ. ഉണ്ടല്ലോ എന്താ ഇതിങ്ങനെ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ 5 രൂപ കേട്ടോ. ഇങ്ങനെ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ 5 രൂപ. അല്ല നിങ്ങളൊരു പാക്കറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റിൽ 12 പീസ് ഉണ്ടാവും. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ കേട്ടോ. ഒരു പീസ് എടുക്കുകയാണെങ്കിൽ 5 രൂപ, അല്ല പാക്കറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ. പിന്നെ ഇതാണ് ലേസ്. നമ്മളിത് മീറ്ററിന് 25 രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് മീറ്ററിന് ഇതാണ് 10 രൂപയാണ് കേട്ടോ. ഇതൊരു മീറ്ററിന് 10 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതും മീറ്ററിന് 10 രൂപയാണ് വരുന്നത്. ഇതൊക്കെ ഒന്നും അധികമല്ല കേട്ടോ. ഈ ഒരു റോളേ ഉള്ളൂ, ഇതും ഒരു റോളേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു പിന്നെ വേറെ റോളുണ്ട്. ഇതും മീറ്ററിന് 10 രൂപ കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ഭയങ്കര ഇതിൽ കൊടുക്കുകയാണ്. കാരണം നമ്മൾ വാങ്ങുന്നതിനെക്കാട്ടിലും എന്താ പറയുക, വാങ്ങുന്ന ഈ റേറ്റ് ഉണ്ട്, ഇതിനെക്കാട്ടിലും കൂടുതൽ റേറ്റിനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ചായി, ഞാൻ പറഞ്ഞല്ലോ കുറച്ചായി ഇതിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊടുത്ത് തീർക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ മീറ്ററിന് 10 രൂപ വരുന്നത്. പിന്നെ കാണിക്കാനുള്ളത് നമ്മളെ ഈ കുറേ പേര് എന്നോട് ഈ ചാംലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാംലേസ് എവിടെ വെച്ച് എനിക്ക് തന്നെ അറിയില്ല. കാരണം നമ്മളിവിടെ ഒരു 3 മാസം മുൻപ് ഇതിൻ്റെ ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നു, ഷെൽഫ് ശരിയാക്കലൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ പൊടി പോറം കരുതിയിട്ട് തട്ടിക്കുട്ടി എവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഇടയിൽ നമുക്കിനിത് വിറ്റ് ഒഴിവാക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതൊരു 10 മീറ്ററോളം പച്ച ഉണ്ടാവും, പിന്നെ ഇതുണ്ടാവും ഒരു വെള്ള 1 മീറ്റർ ഉണ്ടാവും കേട്ടോ. 1 മീറ്റർ കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ടോട്ടൽ വരുന്നത് ഇങ്ങനത്തെ ഒരു ഇതിന് വരുന്നത് 20 രൂപയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ നമ്മൾ കൊടുക്കാമല്ല. അതിൽ ഇനി ഇത്ര മീറ്റർ മതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ 20 രൂപ എന്ന് പറയുന്നത്. ഇത് ഒരു 5 പേർക്ക് കൊടുക്കാനേ ഉള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാത്തതില്ല. നിങ്ങൾ ഈ കളറല്ല, വേറെ കളർ എൻ്റെ അടുത്തില്ല. ഈ 2 കളർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഇങ്ങനൊരു ഇത് എത്ര മീറ്റർ ഞാൻ പറഞ്ഞല്ലോ, 10 മീറ്ററിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ 20 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ബീഡ്സാണ്. ഈ ഗോൾഡൻ ബീഡ്സ്, ഇത് നമ്മൾ സ്ട്രിങ്ങിന് ഒരു സ്ട്രിങ് ഇത് അതുപോലത്തെ ഒരു മാലയ്ക്ക് നമ്മൾ 15 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഇതുപോലത്തെ മാലയ്ക്ക് 10 രൂപയാണ് കേട്ടോ. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇത് തീരുന്ന വരെ ഉള്ളൂ കേട്ടോ. ഇത് തീരുന്ന വേളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ മയത്തുള്ളിയുടെ ഡ്രോപ്പ് ബീഡ് ഉണ്ടാവുമല്ലോ, ഇതാണ്ടെന്നെ പൊട്ടിച്ചിട്ടേ ഇല്ല കേട്ടോ. ഉണ്ടോ, പൊട്ടിക്കാത്തതാണ്. ഉണ്ടല്ലോ, ഇതൊക്കെ പൊട്ടിക്കാത്ത. ഇതൊരു പിങ്ക്, ബേബി പിങ്ക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, അല്ലാത്തൊക്കെ പൊട്ടിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ 4 കളറുണ്ട്. ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് 25 ഗ്രാമിന് 20 രൂപ കേട്ടോ. 25 ഗ്രാമിന് 20 രൂപ വരുന്നത്, മനസ്സിലായല്ലോ. ഇത് ടോട്ടൽ 50 ഗ്രാമാണ് ഉള്ളത്. 50 ഗ്രാം എടുക്കുകയാണെങ്കിൽ 40 രൂപക്ക്, അല്ല 25 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപക്ക്. അതിൽ കുറച്ചിട്ട് 10 ഗ്രാമൊന്നും ചോദിക്കരുത്. മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 20 ഗ്രാം എടുക്കും. ഓക്കെ, അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത്രയാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ടുള്ളത്. പിന്നെ വേറെ സാധനം കൂടി ഉണ്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഇതാണ് ചെറിയ ടിക്കാണ് കേട്ടോ. ചെറിയ ടിക്കാണ്. നമ്മൾ കുഞ്ഞു മക്കളെ തലയിൽ വെച്ചെടുക്കാൻ പറ്റുന്ന ടിക്കാണ്. ഇതൊരു 12 പീസോളം ഉണ്ട്. അപ്പോൾ ഇത് റേറ്റ് വരുന്നത് 12 രൂപയാണ് കേട്ടോ. ഉണ്ടല്ലോ, ഇതാണ് കുഞ്ഞു ടിക്കാണ് കേട്ടോ. ഇതാ ഇത്ര വലിപ്പമുള്ളൂ കേട്ടോ, കുഞ്ഞു ടിക്കാണ്. ഇതിന് 12 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊരു 4 പീസ് പാക്കറ്റൊക്കെ എടുക്കുകയാണ്, അപ്പോൾ 10 രൂപയ്ക്ക് എടുക്കാം. ഒരു പാക്കറ്റല്ല, 2 പാക്കറ്റിൽ 2 ബോക്സിൽ ഷീറ്റിന് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷീറ്റായിട്ട് വരുന്നത് 12 രൂപയാണ്. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബീഡ്സൊന്നും കാര്യമായിട്ടില്ല, കാരണം ഒക്കെ ബീഡ്സൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, പോവാത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത്, എത്ര മീറ്ററാണെന്ന് എഴുതി വിടുക, അതിൻ്റെ ബില്ല് പേയ്മെൻറ്റ് അടക്കുക, എന്നിട്ട് ഇതാക്കുക. പെട്ടെന്ന് പേയ്മെൻറ്റ് അടക്കുന്നവർക്കായിരിക്കും നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. തിങ്കളാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ.
തിങ്കളാഴ്ച എന്തായാലും ആവും കേട്ടോ. തിങ്കളാഴ്ച ചൊവ്വാഴ്ചക്കായിട്ട് ഡിസ്പാച്ച് ആക്കാൻ പറ്റുള്ളൂ, തിങ്കളാഴ്ച ആവും. അപ്പോൾ അത് ആർക്കാ എന്താ വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി. നിങ്ങൾ അതിനെത്ര റേറ്റ് ഇതിനെത്ര റേറ്റും ചോദിക്കാൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് വിടുക, അതിൻ്റെ റേറ്റും കണക്ക് കൂട്ടിയിട്ട് വിട്ടിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആഡ് ആക്കേണ്ടി വരും. ചിലവർക്ക് ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും, ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്നാണെങ്കിലും കൊറിയർ സർവീസിൽ നിന്നാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ ഇവിടുന്ന് ഒരു സാധനം പോകില്ല. അല്ല നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ എടുത്ത് വെക്കും, അത് വന്നിട്ട് റോഡിൽ വന്നിട്ട് വാങ്ങിച്ചു പോകാനേ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ അലൗഡായിട്ട് കസ്റ്റമേഴ്സിന് അലൗഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ. താങ്ക് യു.